ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇന്നത്തെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നവാസിനോടും അതാണ് ചോദിച്ചത്. ഇന്നിപ്പോൾ എം സ്വരാജ് നടത്തിയ പ്രതികരണം SDPI വോട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞ കാര്യം എല്ലാ മനുഷ്യരുടെയും SDPI അടക്കം എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീവ്ര നിലപാടുള്ളവരെ, വർഗീയ നിലപാടുള്ളവരെ മനുഷ്യരായി പോലും കാണുന്നില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവിടെ വന്ന് വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു പ്രതികരണം വേണ്ടതല്ലേ? അങ്ങനെ ഒരു ഉറച്ച പ്രതികരണം എന്തുകൊണ്ട് നിങ്ങളിൽ നിന്നില്ല? അന്ന് വർഗീയ പ്രസംഗം നടത്തി അദ്ദേഹം പോയ ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ പോകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അദ്ദേഹം പോവുകയും ചെയ്തു, ആദരിക്കുകയും ചെയ്തു, വലിയ രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഗീയത നിങ്ങൾ സെലക്റ്റീവായിട്ടാണോ കാണുന്നത്? ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. ഇന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് എം സ്വരാജ് വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ വർഗീയത പുലർത്തുന്ന വർഗീയവാദവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അവരെ മനുഷ്യരായിട്ട് പോലും കരുതാൻ കഴിയില്ലെന്നും അത്തരത്തിലുള്ള വർഗീയവാദികളുടെ വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവുമില്ല. എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ. ഇത്തരത്തിൽ ഏറ്റവും ഭൂരിപക്ഷ വർഗീയതയുടെ പേരിൽ വിഷം തുപ്പുന്ന വാചകങ്ങൾ പറയുന്ന, സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന സാധാരണ മനുഷ്യന്മാർ ഏറ്റവും അധികം വെറുപ്പോടെ ഇത്തരം പ്രസ്താവനകളെ കാണുന്ന വ്യക്തിയെ ലീഗിന്റെ ഏറ്റവും ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പ്രത്യേക നിയമനം കൊടുത്തതും അടക്കം ഇന്ന് നിങ്ങൾ തന്നെ പുറത്തുവിട്ട, ഇന്ന് പൊതുസമൂഹത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള, വളരെയധികം ഞെട്ടലോടെ ആളുകൾ കണ്ട ശ്രവിച്ച വാർത്തകളടക്കം പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്നത്? വ്യക്തമാണ്. CPM-ന്റെ പരാതിയിലല്ല, ലീഗിന്റെ പരാതിയിലാണ്. ഞങ്ങൾ പരാതി കൊടുക്കണ എന്തിനാ? അവർക്ക് ഭൂരിപക്ഷമുള്ള സംവിധാനം, അവർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ അവർ തന്നെ പാനൽ വയ്ക്കുന്നു, എല്ലാം തീരുമാനിക്കുന്നു. പോലെ വർഗീയ വിഷം തുപ്പുന്ന ഒരാളെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു വിമർശനമാകാമായിരുന്നല്ലോ. നിങ്ങൾക്കിതൊരു നല്ലൊരു ആയുധമായിരുന്നല്ലോ, പ്രയോഗിച്ചു കണ്ടില്ല. അല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ കേരളത്തിലെ ജനത എന്ന് വെച്ചാൽ ഏറ്റവും സാക്ഷരതയുള്ള ജനതയാണ്. ശരിയും തെറ്റും നന്നായി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ലീഗ് അജണ്ട വെച്ച് ലീഗ് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിൽ വ്യക്തമുണ്ട്. അത് ഞങ്ങൾ പ്രസ്താവന നടത്തിയാലോ ഇല്ലെങ്കിലും ജനങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലീഗ് അത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ഡീല്, ആ ഡീലൊക്കെ പുറത്തു വരട്ടെ. ഇപ്പൊ UDF ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണല്ലോ UDF-ന്റെ പ്രമുഖ കക്ഷിയുടെ പ്രമുഖ നേതാവിനെ കൊണ്ടുപോയി BJP സ്ഥാനാർത്ഥിയാക്കുന്നു. ആ BJP സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുമ്പോൾ പോലും അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. നാളെ ഞാൻ BJP-യുടെ മെമ്പർഷിപ്പ് എടുക്കും എന്ന് പറയുമ്പോൾ പോലും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ പൊതുരാഷ്ട്രീയത്തിൽ സ്വന്തം മുന്നണി വിട്ടും രാഷ്ട്രീയ പാർട്ടി വിട്ടും പലരും മറ്റ് മുന്നണിയിൽ പോയി സ്ഥാനാർത്ഥിയായിട്ടുള്ള ചരിത്രം എല്ലാ LDF-ലും UDF-ലൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഹോൾഡ് ചെയ്യുകയും സംസ്ഥാന നേതാവായി തുടരുകയും ചെയ്യുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും നാളെ മെമ്പർഷിപ്പ് എടുക്കാൻ കാത്തു നിൽക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിലുള്ള CPM-ന്റെ പ്രതികരണം ഒന്ന് പറയാമോ അഡ്വക്കേറ്റ് കെ സരൺകുമാർ? കാരണം അത് അവിടെ വോട്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് പറയണം. അല്ല, ഞാൻ പറയുന്ന വാക്കുകൾക്കും വാചകങ്ങൾക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ചർച്ച നടക്കുമ്പോൾ കുറച്ച് ചർച്ചകളിലായി ഈ PK നവാസ് അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. ഒന്നും ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഒന്ന് പറഞ്ഞേക്കുക. ഇവിടെ നേതാവായിരുന്നു കഴിഞ്ഞ മാസം വരെ. ഞാൻ പറയാം 5 വർഷം മുൻപ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൺവെൻഷനിൽ വെച്ച് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് പങ്കെടുത്ത് പറഞ്ഞല്ലോ, 5 വർഷമായി ജോസഫ് വിഭാഗത്തിന്റെ ഒരു സംഘടനാ ചുമതലയിലോ ഒരു ഭാരവാഹിത്വത്തിലോ ഇല്ല, മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പുതുക്കി കൊടുത്തിട്ടില്ല. വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞതല്ലേ. പിന്നെ ഇവിടെ വന്നിരുന്ന് കളവ് പറയാണോ? ജോസഫ് വിഭാഗത്തിൽ ഏത് പദവി വഹിച്ചു അദ്ദേഹം പറയട്ടെ. ജോസഫ് വിഭാഗം പാർട്ടിയുടെ ഏത് ചുമതലയിൽ ഏത് ഭാഗത്ത് അംഗത്വമാണ് അദ്ദേഹം സ്വീകരിച്ചത്? കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടി അംഗത്വം ഇല്ല എന്ന് ജോസഫിന്റെ നേതൃത്വം വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞു. അത് പോരാ, CPM-ന്റെ പ്രതിനിധി പറഞ്ഞു തന്നെ മലയാളി വിശ്വസിക്കണം എന്നാണോ?
പച്ചക്കള്ളന്നല്ലേ അദ്ദേഹം പറയുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർത്തിയത് ലീഗ് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്. ശരിയാ, ലീഗ് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്. അവിടെ ഒരു കുഴപ്പമുണ്ട് സ്മൃതി. എന്താ കുഴപ്പം എന്നറിയോ? അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്. ആ മിനിറ്റ്സിന്റെ തീരുമാനം എന്താണെന്നറിയോ? സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്ന. ആരെ സെക്രട്ടറി എന്നറിയോ? റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ, സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയിയുടെ ഹസ്ബൻഡ് സന്തോഷ് എന്ന് വെച്ചാൽ CPM-ന്റെ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷനിലെ CPM-ന്റെ മെമ്പർ. ആ CPM-ന്റെ മെമ്പറുടെ ഭർത്താവ് സന്തോഷാണ് അവിടുത്തെ പഞ്ചായത്ത് ബോർഡിന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതാണ്. ആ ചുമതലപ്പെടുത്തിയ സെക്രട്ടറി വളരെ തന്ത്രപരമായി ഗൂഢനീക്കത്തോടു കൂടി ഇങ്ങനെ ഒരാളെ കൊണ്ടുവച്ചു. അത് അറിഞ്ഞ ഉടനെ തന്നെ നടപടിയെടുക്കാനും നീക്കം ചെയ്യാനും UDF നേതൃത്വം നിർദ്ദേശം നൽകി. അപ്പൊ എന്തെങ്കിലും പുകമറ ഉണ്ടാക്കി വന്ന് കളവ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ സത്യം പറയുമ്പോൾ കളവ് പറയുമ്പോൾ തിരുത്തേണ്ടി വരും. ശരി, അരുൺ പറയൂ. ഇനി അരുൺ പറയൂ. കളവാണ് പറയുന്നതെങ്കിൽ അത് കളവ് പറയുകയില്ല എന്നും പറയുന്നതിൽ എന്തെങ്കിലും അബദ്ധമോ വാക്ക് തെറ്റായി പോയാലോ അത് തിരുത്തുന്നതിന് ഒരു മടിയില്ല. ഇപ്പോൾ ഈ ലീഗിന്റെ പ്രതിനിധി വന്നിരുന്നത് എൻ്റെ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഇടപെടുക, എന്നിട്ട് കളവ് പറയുന്നത് താങ്കളാണ്. താങ്കൾ എന്താ പറഞ്ഞേ? 5 കൊല്ലമായി ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയ ആൾ കേരള കോൺഗ്രസ് ജോസഫിൽ പ്രവർത്തിച്ചിട്ടില്ല. 5 കൊല്ലമായി. ഞാനിപ്പോൾ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 15-ാം തീയതി 2025 ഏപ്രിൽ മാസം 15, അതായത് ഇന്നേക്ക് ഏകദേശം ഒരു 17 ദിവസം മുമ്പ്, അതായത് ഇദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് ഏകദേശം 15 ദിവസം മുമ്പ് ഈ മലപ്പുറത്ത് നടന്ന കേരള കോൺഗ്രസിന്റെ നേതൃ കൺവെൻഷൻ, ആ കൺവെൻഷനിൽ മോൻസ് ജോസഫ് അടക്കം ഉള്ള നേതാക്കന്മാർ, PC തോമസ് അടക്കം ഉള്ള നേതാക്കന്മാർക്കെതിരെ സ്റ്റേജിലിരുന്ന അധ്യക്ഷ പദവി വഹിക്കുന്ന ചിത്രമാണ് ഞാൻ ഇട്ടത്. 3 ചിത്രം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് ലീഗിന്റെ പ്രതിനിധി പറയണേ? 5 വർഷം ആയിട്ട് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല. അങ്ങനെ പ്രവർത്തകനല്ലെങ്കിൽ 2025 ഏപ്രിൽ മാസം 15-ാം തീയതി മലപ്പുറത്ത് നടക്കുന്ന ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺവെൻഷനിൽ എങ്ങനെ അധ്യക്ഷം വഹിക്കും ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി? BJP യോഗത്തിന്റെ അല്ല അധ്യക്ഷം വഹിച്ചിരിക്കുന്നത്, കേരള കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കൺവെൻഷൻ അധ്യക്ഷം വഹിച്ച നിങ്ങൾ മര്യാദക്ക് ഇത് മര്യാദകേട്, ഇതാണ് മര്യാദകേട്. Debate with Smriti Parathikkad.